ഹലോ, ആ ജലീലാണോ? ആ ഓക്കെ ഓക്കെ, ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. ആ പിന്നെ വിസ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരാഴ്ചയ്ക്ക് വിടും. ആ എല്ലാം റെഡി ആയിട്ടുണ്ട്. ആ ആരോ വന്നിട്ടുണ്ട് കേട്ടോ. ആ വാ വാ കരുവാ കരുവാ. പ്രതീക്ഷോ? ആ എൻ്റെ ഒരു സുഹൃത്താണ് കേട്ടോ. ഞാൻ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ലീവ് വെള്ളിയാഴ്ച ലീവാണല്ലോ. ആ പിന്നെ ഇല്ലല്ലേ, കട്ട് ചെയ്തു. അവര് എന്റെ സുഹൃത്തിന് വേണ്ടി ഒരു വിസ എടുത്തു. അതിപ്പോ മറ്റന്നാ കിട്ടും കയ്യില്. വിസ എടുത്തുന്നോ? നിങ്ങൾ വിവരം അറിയോ? നാട്ടിലുള്ള മെഡിക്കലിന്റെ ഒരു പ്രശ്നമൊക്കെ അറിയില്ലേ? അറിയോ? ഇല്ല, അത് വാർത്തയിലൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു. എന്നാലും സംഭവം ഞാനിപ്പോ എത്തിയിട്ടല്ലോടാ. ആ ഫിറോസ്, എന്തൊക്കെയാ വിശേഷം? പറഞ്ഞാല് ഞാൻ വരുന്ന സമയത്ത് മൂപ്പരൊരു നാട്ടിലേക്ക് ഒരു കോൾ ചെയ്തോണ്ടിരിക്കുക. മൂപ്പരൊരു സുഹൃത്ത് ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. വിസ എടുത്തു. ബുദ്ധിമുട്ട് വിസേന്റെ കാര്യം ബുദ്ധിമുട്ടില്ല. വിസയിലെ നമുക്ക് ആരെയും കഴിയും കാലം വിളിച്ച് നമുക്ക് വിസയെല്ലാം റെഡിയാക്കാം. പക്ഷെ ഇതിന്റെ ഇതുണ്ടല്ലോ, മെഡിക്കൽ ചാർജ് 3600 രൂപ മെഡിക്കൽ ചാർജ് ഇപ്പം 24,000 രൂപയായി വർദ്ധിച്ചു. അത് ഞാൻ അറിഞ്ഞില്ല. അതിന്റെ പ്രശ്നം വേറെ എന്ന് വെച്ചാല് കേരളത്തില് ഈ 11 സെന്ററിലുള്ള മെഡിക്കൽ ചെക്കപ്പ് ഉള്ള അതിപ്പോ ആകെ കൊച്ചിയിലേക്ക് മാറ്റി. കൊച്ചിയിലുള്ള സംഭവം ക്യാൻസൽ ചെയ്ത് ഇപ്പം ബോംബെ പോകണം. ബോംബെയിൽ നമ്മൾ പോയാല് 3 ദിവസം നമ്മൾ അവിടെ സ്റ്റേ ചെയ്യണം. എന്നുവെച്ചാല് പോക്ക് വരവ് അവിടെ സ്റ്റേ ചെയ്യുന്നതടക്കം 3 ദിവസം ആവും. അതിനുള്ള ചെലവ്, പിന്നെ സ്റ്റാമ്പിങ് ചാർജ് 6,600 രൂപ ഉള്ളത് ഇപ്പം 11,500. ഞാൻ ഇപ്പൊ 1.5 ലക്ഷം രൂപ കൊടുത്ത വിസ 3,600 സംതിങ്, അതായത് 25,000 രൂപ വരെ വന്നു. 3,600. അത് മാത്രമല്ല, മെഡിക്കൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മുടെ കാശും പോയി. ആ പൈസയും കാരണം നമ്മൾ എന്തായാലും അവിടെ നിന്ന് ചെയ്യിക്കണം. കാര്യമായിട്ട് പോയാൽ നമുക്കിപ്പം സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്ന കേസാണ്. പുള്ളിയുടെ വൈഫിന്റെ മാല കൊണ്ടുവന്ന് വിറ്റാണ് ഇപ്പൊ ഈ പൈസ എടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു 19 എല്ലാം കൂടെ ഒരു 19 രൂപ ചിലവാകുമെന്ന് പറഞ്ഞു. അതെല്ലാം വെറുതെ, അതൊക്കെ ആദ്യം അങ്ങനെ 20-25 രൂപയാവും. പക്ഷെ ഇതിപ്പോ നമ്മളെ മാത്രം കുറ്റം പറയാം. നമ്മൾ നല്ലൊരു പ്രതികരണ ശേഷി ഇല്ല. പ്രവാസികൾക്ക് നിരന്തരമായിട്ട് ഇങ്ങനെ പല ചൂഷണങ്ങൾക്കും വിധേയമായാലും ഒരു പ്രതികരണം നമ്മളെ ഭാഗത്തു നിന്നില്ല. 7 ലക്ഷത്തോളം പ്രവാസികളാണ് ഈ കുവൈത്തിൽ മാത്രം, ഇന്ത്യക്കാര് ആണ് കുവൈത്തിൽ മാത്രം ഉള്ളത്. പക്ഷെ നമ്മളാരും ഒരു പ്രതികരണം നടത്തിയില്ല. 4 ലക്ഷം മലയാളികളുണ്ട്. ഏതെങ്കിലും ഒരു പോസ്റ്റ് ഒരാള് ഫേസ്ബുക്കിൽ ഇട്ടേ കണ്ടില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഈ സാഹചര്യത്തിൽ നമ്മൾ ആരും പ്രതികരിക്കുന്നില്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കാൻ മുന്നോട്ട് വരണം. ഇതിനൊരു ഒരു മന്ത്രിമാര് പോലും പ്രതികരിച്ചിട്ടില്ലല്ലോ. എന്ത് മന്ത്രിമാരൂടെ വരുന്നുണ്ട്. മന്ത്രിമാര് വരുന്നു, അവര് വന്നു കഴിയുമ്പോ അവർക്ക് പൊന്നില്ലാത്തൊരു പൊന്നാട അണയിച്ചിട്ട് ഓല വറാക്കുന്നു. ആ വലിയ വലിയ ഹോട്ടലിൽ വെച്ചിട്ട് ഭക്ഷണങ്ങളെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് അവർ അറിയുന്നില്ല. അത് ഹോട്ടലിൽ വെച്ചിട്ട് ഭക്ഷണവും കാര്യങ്ങളൊക്കെ നൽകിയിട്ട് അവർ അങ്ങനെ തന്നെ പോകുന്നു. അത്രേ ഉള്ളൂ. ഇവിടെ വേറെ നടക്കുന്നില്ല. മന്ത്രിമാരോ മറ്റുള്ള സംഘടനകളോ ഒന്നും യാതൊന്നും ഇവിടത്തെ ആൾക്കാരെ പ്രവാസികളെ ശ്രദ്ധിക്കുന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഒരു കാര്യം ഞാൻ ഇപ്പൊ ഈ വിസ ഗ്യാസിന് പറ്റുമല്ലേ? അത്രേ പറ്റൂ. കാരണം ഒന്നാമത്തെ വേറെ പ്രശ്നമുണ്ട്. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. അടച്ചു എന്നല്ല, വലിയ ഫ്ലൈറ്റ് ഒന്നും അവിടെ ഇറങ്ങുന്നില്ല. അപ്പൊ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായി. എല്ലാം ചൂഷണങ്ങളാണ്, നമുക്കെതിരെയുള്ള ചൂഷണമാണ്. ആ ശരി, ഒരു കാര്യം ചെയ്യാം. ഇനിയിപ്പോ വിസ ക്യാൻസൽ ചെയ്യാം. അത് തന്നെ പറ്റിയത്. ഇതിനെതിരെ പ്രതികരിക്കണം. എന്നാലേ ശക്തമായി പ്രതികരിച്ചാലേ ഇതിനൊക്കെ